92ാമത്തെ പേജിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ആദ്യത്തെ താഴെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് റൂട്ട് ഓഫ് 2 and 2/3 ഈക്വൽ ടു ഏതാണെന്ന് പ്രൂവ് ചെയ്യണം. 2 into റൂട്ട് ഓഫ് 2/3 എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അതായത് നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. അതായത് റൂട്ട് ഓഫ് 2 and 2/3. ഇവിടെ നോക്കിക്കേ, റൂട്ടിനകത്ത് ഒരു മിക്സഡ് ഫ്രാക്ഷനാ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് മാറ്റാം, അല്ലെങ്കിൽ ഒരു വിഷമ ഭിന്നമായിട്ട് മാറ്റാം. അതെങ്ങനെയാ മാറ്റുന്നത്? 3 into 2 ചെയ്യുക, അതിനുശേഷം ഈ 2 ആഡ് ചെയ്യുക അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് ന്യൂമറേറ്റർ 3 into 2 6 plus 2 8 കിട്ടും അല്ലേ? 8 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഏതാ? അത് ഈ 3 തന്നെയാണ് നമ്മുടെ ഡിനോമിനേറ്റർ 3. ഇവിടെ ഇപ്പൊ ഒരു ഫ്രാക്ഷന്റെ റൂട്ട് ആണല്ലോ എടുക്കേണ്ടത്. അതായത് അതെങ്ങനെ ചെയ്യുന്നത്? ന്യൂമറേറ്ററിന്റെ റൂട്ട് എടുക്കണം, ഡിനോമിനേറ്ററിന്റെ റൂട്ട് എടുക്കണം അല്ലേ? അതായത് റൂട്ട് 8 ഡിവൈഡഡ് ബൈ റൂട്ട് 3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി റൂട്ട് 8 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതത്തില്ലേ? സ്ക്വയർ റൂട്ട് അറിയാവുന്ന ഒരു നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം അല്ലെ? അതായത് 8 നമുക്ക് എങ്ങനെ എഴുതാം? 4 into 2 അല്ലേ 8? അതായത് 8 നമുക്ക് 4 into 2 ആയിട്ട് എഴുതാം. സോ റൂട്ട് ഓഫ് 4 into 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3, അതേപോലെ തന്നെ റൂട്ട് 3. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 4 into 2 ആണല്ലേ? അതായത് രണ്ടിനും നമുക്ക് റൂട്ട് കൊടുത്ത് എഴുതാം. റൂട്ട് 4 into റൂട്ട് 2 എന്ന് എഴുതാം അല്ലെ? റൂട്ട് 4 into റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3 എന്ന് എഴുതാം. ഇനി ഇതിനകത്ത് റൂട്ട് 4 നമുക്ക് അറിയത്തില്ലേ? റൂട്ട് 4 എത്രയാണ്? 2 ആണല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, റൂട്ട് 4ന്റെ വാല്യൂ നമുക്ക് എടുത്ത് എഴുതാം. അതായത് 2 into റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3 എന്ന് എഴുതാം അല്ലെ? ഇനി ഇത് നോക്കിക്കേ, ഇത് രണ്ട് ഫ്രാക്ഷൻ ആക്കത്തില്ലേ? അതായത് 2 into റൂട്ട് 2 റൂട്ട് 3 ചേർത്ത് ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതത്തില്ലേ? അപ്പോൾ 2 into റൂട്ട് 2 ഡിവൈഡ് ബൈ റൂട്ട് 3 എന്ന് എഴുതാം അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി റൂട്ട് 2 ഡിവൈഡ് ബൈ റൂട്ട് 3, ന്യൂമറേറ്ററിന് റൂട്ട് ഉണ്ട്, ഡിനോമിനേറ്ററിന് റൂട്ട് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് രണ്ടിനും റൂട്ട് ഉള്ളത് കൊണ്ട് അത് കോമൺ ആയിട്ട് എഴുതാം അല്ലെ? സോ നമുക്ക് എന്ത് കിട്ടും? 2 into റൂട്ട് ഓഫ് 2/3 എന്ന് എഴുതാം അല്ലെ? 2 into റൂട്ട് ഓഫ് 2/3. അതായത് ന്യൂമറേറ്ററിന് റൂട്ട് ഉണ്ട്, ഡിനോമിനേറ്ററിന് റൂട്ട് ഉണ്ട്, അതുകൊണ്ട് ഈ റൂട്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 2 into റൂട്ട് ഓഫ് 2/3 എന്ന് നമുക്ക് കിട്ടും. അതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റൂട്ടിനകത്ത് 2 and 2/3 അത് ഏതിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. 2 into റൂട്ട് 2/3 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? അടുത്തത് രണ്ടാമത്തത് അതേപോലെ തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മുടെ ചോദ്യം എന്താണ്? റൂട്ടിനകത്ത് റൂട്ട് ഓഫ് 3 and 3/8 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിനെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാ? 8 into 3 ചെയ്യണം, അതിനുശേഷം ഈ ന്യൂമറേറ്ററിൽ 3 ആഡ് ചെയ്യണം അല്ലെ? അപ്പോൾ 8 into 3 24 plus 3 27 അല്ലെ? 27 ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എടുത്ത് എഴുതണം 8, ദെൻ അതിന്റെ റൂട്ട് അല്ലെ? ഇപ്പൊ റൂട്ട് ഓഫ് 27 ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതൊരു ഫ്രാക്ഷൻ ആണ്, ഫ്രാക്ഷന്റെ റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിന്റെ റൂട്ട് എടുക്കുക, ഡിനോമിനേറ്ററിന്റെ റൂട്ട് എടുക്കുക അല്ലെ? അതായത് റൂട്ട് 27 ഡിവൈഡഡ് ബൈ റൂട്ട് 8. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി റൂട്ട് 27 നമുക്ക് എങ്ങനെ മാറ്റി എഴുതണം? സ്ക്വയർ റൂട്ട് അറിയാവുന്ന ഒരു നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റി എഴുതണം അല്ലെ? 9 into 3 എന്ന് എഴുതിയാൽ പോരെ? 9 into 3 27 അല്ലേ? അതായത് റൂട്ട് ഓഫ് 9 into 3, 9 into 3 ആണ് 27 ഡിവൈഡഡ് ബൈ റൂട്ട് 8 എന്ന് എഴുതാം അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഈ പ്രൊഡക്റ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതത്തില്ലേ? റൂട്ട് 9 into റൂട്ട് 3 എന്ന് എഴുതത്തില്ലേ? സോ റൂട്ട് 9 into റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 8. ഇനി റൂട്ട് 9 നമുക്ക് അറിയാം അല്ലെ? റൂട്ട് 9 എത്രയാണ്? 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 8. ഇനി നോക്കിക്കേ, ഇത് രണ്ട് ഫ്രാക്ഷൻ ആക്കി എഴുതത്തില്ലേ? 3 into എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പോൾ നമുക്ക് 3 വേറൊരു ഫ്രാക്ഷൻ ആയിട്ട് മാറ്റി എഴുതാം. ദെൻ ഇത് മാത്രം രണ്ടാമത്തെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം അല്ലെ? അതായത് റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 8 ആണ്. അതായത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും റൂട്ട് ഉണ്ട് അല്ലേ? ആ റൂട്ട് നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് എഴുതത്തില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും? 3 into റൂട്ട് ഓഫ്
3/8 എന്ന് വരും അല്ലെ, റൂട്ട് ഓഫ് 3/8. കാരണം ഇത് ന്യൂമറേറ്ററിന് റൂട്ട് ഉണ്ട്, ഡിനോമിനേറ്ററിന് റൂട്ട് ഉണ്ട്. അതുകൊണ്ട് ആ റൂട്ട് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. നമുക്ക് എന്താ ആൻസർ കിട്ടി? 3 ഇൻറ്റു റൂട്ട് ഓഫ് 3/8 എന്ന് കിട്ടി. അതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റൂട്ടിനകത്ത് 3 ആൻഡ് 3/8 ഏതായിട്ട് നമുക്ക് കിട്ടി? 3 ഇൻറ്റു റൂട്ട് ഓഫ് 3/8 എന്ന് കിട്ടി അല്ലെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ പ്രത്യേകതകളുള്ള വേറെ നമ്പേഴ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഞാൻ ഒരു നമ്പർ കൂടെ ചെയ്ത് നോക്കാനായിട്ട് പോവാ. അതായത് റൂട്ട് ഓഫ് 4 ആൻഡ് 4/15 ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. ഏത് ആൻസർ കിട്ടുന്നതെന്ന് നോക്കിക്കേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാം? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം അല്ലെ. അതായത് 15 ഇൻറ്റു 4 60 കിട്ടും, പ്ലസ് 4 64 കിട്ടും അല്ലെ. അതായത് 64 ഡിവൈഡഡ് ബൈ 15 അതിന്റെ റൂട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രാക്ഷന്റെ റൂട്ടാണ്, അതുകൊണ്ട് ന്യൂമറേറ്ററിന്റെ റൂട്ട് ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ റൂട്ട് എന്ന് എഴുതാം അല്ലെ. അതായത് റൂട്ട് ഓഫ് 64 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 15 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 64നെ ഒന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതിക്കേ. നമുക്ക് എങ്ങനെ എഴുതാം? 16 ഇൻറ്റു 4 എന്ന് എടുത്തേ. 16 ഇൻറ്റു 4 16 ഇൻറ്റു 4 64 ആണ് അല്ലെ. അപ്പോൾ റൂട്ട് ഓഫ് 16 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് 64 കിട്ടും, ഡിവൈഡഡ് ബൈ റൂട്ട് 15. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതില്ലേ. അതായത് റൂട്ട് 16 ഇൻറ്റു റൂട്ട് 4 ഡിവൈഡഡ് ബൈ റൂട്ട് 15 എന്ന് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 16 എത്രയാണ്? 4 അല്ലെ. അപ്പോൾ 4 ഇൻറ്റു റൂട്ട് 4 നമുക്കറിയാം, എങ്കിലും അത് അവിടെ തന്നെ നിർത്തിയേക്കുക. കാരണം നമുക്ക് ഈ ഫോമിലേക്ക് ആക്കണം, അതുകൊണ്ട് അങ്ങനെ നിർത്തുന്നത് കേട്ടോ. അപ്പൊ റൂട്ട് 4 അങ്ങനെ തന്നെ നിർത്തിയേക്കുക. അപ്പൊ റൂട്ട് 4 ഡിവൈഡഡ് ബൈ റൂട്ട് 15 എന്ന് കിട്ടും അല്ലെ. ഇനി നോക്കിക്കേ, ഇതൊരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം അല്ലെ. 4 ഇൻറ്റു എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 4 നമുക്ക് മാറ്റി എഴുതാം. അപ്പൊ 4 ഇൻറ്റു റൂട്ട് 4 ഡിവൈഡ് ബൈ റൂട്ട് 15 നമുക്ക് ഒറ്റ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു റൂട്ട് ഓഫ് 4 ഡിവൈഡഡ് ബൈ 15 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ഈ സംഖ്യനെ, അതായത് റൂട്ട് ഓഫ് 4 ആൻഡ് 4/15നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു റൂട്ട് ഓഫ് 4/15 എന്ന് എഴുതാം അല്ലെ. ഇനി ഇങ്ങനത്തെ വേറെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും പ്രത്യേകത എന്ന് നോക്കിക്കേ. ആദ്യത്തേത് ഇവിടെ 2 വന്നു, ഇവിടെയും 2 വന്നു അല്ലെ. ഇവിടെ 3 വന്നു. അതിന്റെ പ്രത്യേകത എന്താ? 2 ഇൻറ്റു 2 4, 4നെ കഴിഞ്ഞ് 1 കുറവ്. അങ്ങനെയല്ല ഈ പ്രത്യേകത. ആ പ്രത്യേകത തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കിക്കേ, 3 ഇൻറ്റു 3 9, 9ൽ നിന്ന് 1 കുറച്ചു 8 കിട്ടി അല്ലെ. അപ്പൊ ഈ നമ്പേഴ്സ് എല്ലാം കിട്ടിയോ? ഇവിടെ 3, ഇവിടെ 3, 3 9 ആണ്. അതിനകത്ത് നിന്ന് 1 കുറച്ചാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതേണ്ടത്. ഇതും അങ്ങനെ തന്നെയല്ലേ? നോക്കിക്കേ, ഇവിടെ 4, ഇവിടെ 4, സെയിം നമ്പർ അല്ലെ. അപ്പൊ 4 ഇൻറ്റു 4 16 കിട്ടി. അതിനകത്ത് നിന്ന് 1 കുറച്ചാണ് താഴെ എഴുതിയേക്കുന്നത് അല്ലെ. ആ നമ്പറിനെയും ഈ ഫോമിലേക്ക് എഴുതാനായിട്ട് നമുക്ക് പറ്റി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതായിരിക്കും? റൂട്ട് ഓഫ് ഇവിടെ ഇനി 5 കൊടുക്കാം അല്ലെ. ഇവിടെ 5, അപ്പൊ ന്യൂമറേറ്റർ നമുക്ക് 5 കൊടുക്കേണ്ടി വരും. ഡിനോമിനേറ്റർ എത്രയായിരിക്കും? 5 25, 25 1 കുറച്ചാൽ പോരെ. അപ്പൊ 24. ഈ നമ്പറിനെയും നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 5 ഇൻറ്റു റൂട്ട് ഓഫ് 5 ഡിവൈഡഡ് ബൈ 24 എന്ന് എഴുതാനായിട്ട് പറ്റും. അതൊന്ന് ചെയ്ത് നോക്കിക്കോ, പറ്റുമല്ലോ എന്ന് നോക്കിക്കോ കേട്ടോ. ഇനി അടുത്ത വേറൊരു നമ്പർ ഒന്ന് പറയാവോ? റൂട്ട് ഓഫ് ഇവിടെ നമുക്ക് 6 കൊടുത്തു നോക്കാം അല്ലെ. 6, അപ്പൊ ന്യൂമറേറ്റർ എത്ര വരും? 6 തന്നെ വരും അല്ലെ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അപ്പൊ എത്ര വരും? 6 6 36, 36ൽ നിന്ന് 1 കുറച്ചാൽ പോരെ. 35. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 6 ഇൻറ്റു റൂട്ട് ഓഫ് 6 ഡിവൈഡഡ് ബൈ 35 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേകതയുള്ള വേറെ നമ്പേഴ്സും കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. ഈ രീതിയിലുള്ള എല്ലാ നമ്പറുകളും നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 92ാമത്തെ പേജിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കുറെ നമ്പേഴ്സിന്റെ ജോഡികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിനകത്ത് ഓരോ ജോഡിയിലെയും ആദ്യത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ആൻസർ നാച്ചുറൽ നമ്പർ ആണോ, ഫ്രാക്ഷൻ ആണോ, അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ ആണോ എന്നൊക്കെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൂട്ട് 72നെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. ഇപ്പൊ റൂട്ട് 72 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെങ്ങനെ ചെയ്യുന്നത്? ഇവിടെ ന്യൂമറേറ്ററിന് റൂട്ട് ഉണ്ട്, ഡിനോമിനേറ്ററിന് റൂട്ട് ഉണ്ട് അല്ലെ. രണ്ടിന്റെ റൂട്ട് ഉള്ളതുകൊണ്ട് നമുക്കത് കോമൺ ആയിട്ട് എടുക്കാം. സോ റൂട്ട് ഓഫ് 72 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു
72 ഡിവൈഡ് ബൈ 2 നമുക്ക് എത്രയാണെന്ന് അറിയാലോ. 72 ഡിവൈഡ് ബൈ 2 അത് 36 അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്കറിയാം 36. സോ റൂട്ട് ഓഫ് 36 നമുക്ക് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 36ന്റെ റൂട്ട് എത്രയാ 6 ആണ് അല്ലേ. അപ്പൊ റൂട്ട് ഓഫ് 36 എത്രയെന്ന് കിട്ടി 6 എന്ന് കിട്ടി. അതായത് ഇതൊരു നാച്ചുറൽ നമ്പർ അല്ലേ. അതായത് ഒന്നാമത്തെ ജോഡി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടി. അടുത്തത് രണ്ടാമത്തെ ജോഡി ഏതാണ്? റൂട്ട് 27 ഡിവൈഡഡ് ബൈ റൂട്ട് 3 ചെയ്യണം അല്ലേ. റൂട്ട് 3 ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്ററിന് റൂട്ട് ഉണ്ട്, ഡിനോമിനേറ്ററിന് റൂട്ട് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ആ റൂട്ട് കോമൺ ആയിട്ട് എടുക്കാം. റൂട്ട് ഓഫ് 27 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം അല്ലേ. റൂട്ടിനുള്ളിൽ എത്രയാ നോക്കിക്കേ, 27 ഡിവൈഡ് ബൈ 3 അല്ലേ. അങ്ങനെയാണെങ്കിൽ 27 ഡിവൈഡ് ബൈ 3 എത്രയാ? 9 കിട്ടും അല്ലേ. സോ നമുക്ക് റൂട്ട് 9 എന്ന് കിട്ടും. റൂട്ട് 9 നമുക്കറിയാലോ, 9ന്റെ സ്ക്വയർ റൂട്ട് 3 ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതായത് 3 ഒരു നാച്ചുറൽ നമ്പർ ആണ്. അതായത് നമുക്ക് എന്ത് പറയാം, രണ്ടാമത്തെ ജോഡി ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടും. അടുത്ത മൂന്നാമത്തെ ജോഡി റൂട്ട് ഓഫ് 125 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 15 അല്ലേ. സോ മൂന്നാമത്തത് റൂട്ട് 125 ഡിവൈഡഡ് ബൈ റൂട്ട് 50. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്ററിന് റൂട്ട് ഉണ്ട്, ഡിനോമിനേറ്ററിന് റൂട്ട് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കത് കോമൺ ആയിട്ട് എടുക്കാം. റൂട്ട് ഓഫ് 125 ഡിവൈഡഡ് ബൈ 50 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ റൂട്ടിനകത്ത് നോക്കിക്കേ ഒരു ഫ്രാക്ഷൻ ആണ് അല്ലേ. 125 ഡിവൈഡഡ് ബൈ 50 അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യത്തില്ലേ. എത്രയും കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 25 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. അതുകൊണ്ട് ഞാൻ ഈ ഫ്രാക്ഷനെ, റൂട്ടിനുള്ളിൽ കിടക്കുന്ന ഈ ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പോവാണ്. 25 വെച്ചാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ റൂട്ട് ഓഫ് 125നെ 25 വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലേ. എത്ര കിട്ടും? 5 കിട്ടും. സോ 5 ഡിവൈഡഡ് ബൈ, അടുത്ത 50 അല്ലേ. 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും അല്ലേ. അതായത് റൂട്ട് ഓഫ് 5/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 5 ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് കിട്ടും അല്ലേ. നമുക്കറിയാം റൂട്ട് 5 ഒരു ഇറാഷണൽ നമ്പർ ആണ്, അതുപോലെ തന്നെ റൂട്ട് 2ഉം ഒരു ഇറാഷണൽ നമ്പർ തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ കിട്ടുള്ളൂ? ഒരു ഇറാഷണൽ നമ്പറാ കിട്ടുള്ളൂ. ഒരു ഫ്രാക്ഷൻ ആയിട്ടോ നാച്ചുറൽ നമ്പർ ആയിട്ടോ കിട്ടത്തില്ല അല്ലേ. അപ്പോൾ ഇതൊരു ഇറാഷണൽ നമ്പർ ആണ്. അടുത്തത് നാലാമത്തത് ഏതാണ്? റൂട്ട് 10 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ചെയ്യണം അല്ലേ. റൂട്ട് 10 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു, റൂട്ട് 2ന് കോമൺ ആയിട്ട് എടുക്കത്തില്ലേ. അപ്പൊ റൂട്ട് ഓഫ് 10 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 5 കിട്ടും അല്ലേ. റൂട്ട് 5. റൂട്ട് 5 ഒരു നാച്ചുറൽ നമ്പർ ആണോ? അല്ലല്ലേ. അതെന്താണ്? ഒരു ഇറാഷണൽ നമ്പർ തന്നെയാണ്. സോ റൂട്ട് 5 ഒരു ഇറാഷണൽ നമ്പർ ആണ്. അടുത്തത് അഞ്ചാമത്തത് റൂട്ട് 20 ഡിവൈഡഡ് ബൈ റൂട്ട് 5. അഞ്ചാമത്തത് റൂട്ട് 20 ഡിവൈഡഡ് ബൈ റൂട്ട് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ റൂട്ട് കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് 20 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 5 എത്രയാ? 4 കിട്ടും അല്ലേ. അപ്പൊ റൂട്ട് 4 നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 4 നമുക്ക് അറിയാലോ, 2 ആയിട്ട് കിട്ടും അല്ലേ. 2 ഒരു നാച്ചുറൽ നമ്പർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ജോഡി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടും. നാച്ചുറൽ നമ്പർ. അടുത്തത് ലാസ്റ്റത്തത് ഏതാണ്? റൂട്ട് 18 ഡിവൈഡ് ബൈ റൂട്ട് 8. റൂട്ട് 18 ഡിവൈഡഡ് ബൈ റൂട്ട് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ റൂട്ട് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഡിവൈഡ് ബൈ 8. ആ ഫ്രാക്ഷനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ. ഏത് നമ്പർ വെച്ച് സിംപ്ലിഫൈ ചെയ്യാം? 18നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. 8നെ 2 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം. അതായത് ഈ ഫ്രാക്ഷനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, 2 വെച്ച് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? ആ റൂട്ട് ഓഫ് 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 കിട്ടും അല്ലേ. അതായത് 9 ഡിവൈഡഡ് ബൈ, അതുപോലെ തന്നെ 8നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ അവിടെ നമുക്ക് 4 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ റൂട്ട് ഓഫ് 9 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, റൂട്ടിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ റൂട്ട് 9 ഡിവൈഡഡ് ബൈ റൂട്ട് 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, റൂട്ട് 9 എത്രയാ? 3 ആണല്ലേ. അപ്പൊ 3 ഡിവൈഡഡ് ബൈ, ഇവിടെ റൂട്ട് 4 എത്രയാ? അവിടെ 2. അതായത് 3/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ലാസ്റ്റ് ജോഡി, ആറാമത്തെ ജോഡി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഫ്രാക്ഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ജോഡിയും നോക്കിയേ,
ഒന്നാമത്തെ ജോഡി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 6 ആണ് ആൻസർ കിട്ടുന്നത്, അതൊരു നാച്ചുറൽ നമ്പർ ആണ്. രണ്ടാമത്തെ ജോഡി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 3 ആൻസർ കിട്ടി, അത് നാച്ചുറൽ നമ്പർ ആണ്. മൂന്നാമത്തെ ജോഡി ഡിവൈഡ് ചെയ്തപ്പോഴോ √5 ഡിവൈഡ് ബൈ √2 കിട്ടി അല്ലേ, അതൊരു നാച്ചുറൽ നമ്പറോ അല്ല ഒരു ഫ്രാക്ഷനോ അല്ല, അതായത് ഇറാഷണൽ നമ്പർ ആണ്. ദെൻ √10 ഡിവൈഡ് ബൈ √2 ചെയ്തപ്പോഴോ അത് √5 ആണ് കിട്ടിയത്, √5 ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് അറിയാം അല്ലേ. അടുത്ത അഞ്ചാമത്തെ ജോഡി ചെയ്തപ്പോഴോ 2 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടിയത്, അതൊരു നാച്ചുറൽ നമ്പർ ആണ്. ആറാമത്തെ ജോഡിയോ 3/2 എന്ന് നമുക്ക് കിട്ടി, അതൊരു ഫ്രാക്ഷൻ ആയിട്ട് കിട്ടി. അപ്പൊ ഇത്രയാണ് ചെയ്യേണ്ടത്.